അതെ, ഇതെൻ്റെ കുഞ്ഞാവ തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇതെൻ്റെ ആശിർമോൻ തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ്. കണ്ടോ, എല്ലാ വർഷവും ഇതുപോലെ തരുവേ. ഇത് ആൽവിൻ മോൻ തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ്. ആൽവിൻ ആരാന്നറിയാവല്ലോ, ആശറിൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ അത്രയും ഗിഫ്റ്റുകൾ കിട്ടി. ആശർ എല്ലാ വർഷവും പരിപാടി ഇങ്ങനെ ഓരോ ഇതുണ്ടോ, ഇങ്ങനെ എല്ലാ ബർത്ത്ഡേക്കും പുള്ളി ഇങ്ങനെ ചെയ്തു തരും. കണ്ടോ, ഇത് കഴിഞ്ഞ വർഷം 50ാമത്തെ ബർത്ത്ഡേക്ക് അങ്ങനെ ഓരോന്നും. നല്ലതല്ലേ? ഞാൻ രാവിലെ വീഡിയോ ഒന്നും പിടിച്ചില്ല കേട്ടോ. രാവിലെ പാചകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ആരൻ സ്കൂളിൽ പോയിട്ട് വന്നു. ആരൻ കോഴിക്കൂടിൻ്റെ അടിവശം എല്ലാം കഴുകി വൃത്തിയാക്കി. നമ്മളുടെ മറ്റേ പ്രഷർ വാഷർ വെച്ച് കഴുകി വൃത്തിയാക്കി. 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെയൊന്ന് കഴുകി വൃത്തിയാക്കും. അപ്പോൾ നല്ല നീറ്റായിട്ട് അവിടെ കിടന്നോളും. ഇന്നിപ്പോൾ അറക്കപ്പൊടി വരുത്തിയതെല്ലാം തീർന്നു. നമ്മൾ വേണ്ടേ ഇങ്ങനെ കേട്ടോ, വരുത്തിയതെല്ലാം തീർന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് 5 ചാക്ക് ഇറക്കാൻ പറയും. 5 ചാക്കിന് 500 രൂപ ഓട്ടോക്കൂലി ഉൾപ്പെടെ. അപ്പം മില്ലിലുള്ള ഒരാൾ, ഇവിടെ അടുത്തുള്ള ഒരു ഓട്ടോ ചേട്ടൻ മില്ലി വർക്ക് ചെയ്യുന്നതാണ്. ഓട്ടോയും ഓടിക്കും, മില്ലിലും വർക്ക് ചെയ്യും. അപ്പം പറയുമ്പോൾ തന്നെ പുള്ളി അവിടുന്ന് മില്ലിൽ നിന്ന് അറക്കപ്പൊടിയെല്ലാം കോരി നമുക്ക് പുള്ളിയുടെ ഓട്ടോയെ കൊണ്ട് ഇറക്കിക്കോളും. ഞാൻ അന്നേരം 5 ചാക്കിന് 500 രൂപ കൊടുക്കും. എന്നോട് പറയും ഓട്ടോക്കൂലി ഉൾപ്പെടെ അത് മതിയെന്ന്. ഭയങ്കരമായിട്ട് കുത്തി നിറച്ച് വലിയ ചാക്ക് നിറച്ച. അത് ഈ അറക്കപ്പൊടിയല്ല, മറ്റേ ഇതില്ല, അതിൻ്റെ ചീന്തേര് പൊടി, അതങ്ങ് കിടന്നോളും നല്ല ഇതായിട്ട്. അറക്കപ്പൊടി വെള്ളത്തിൽ അങ്ങ് അലുത്തു. അപ്പോൾ ആരൺ ആ പരിപാടി കഴിഞ്ഞിട്ട്, കഴുക്ക് കഴിഞ്ഞിട്ട് ഇപ്പം തീറ്റയും വെള്ളവും കൊടുക്കാൻ പോവാം. ഞാൻ അവിടെ ഇന്നലെ വെച്ച ചക്കക്കുരുമെഴുക്കോട്ടി കോഴിയെ പൂവനെ പെടയെ കൊത്തി മുറിവേൽപ്പിക്കുക ഭയങ്കര ദേഹത്തെ. അത് കാരണം പൂവനെ ഒരുമിച്ചും പെടേനെ ഒരുമിച്ചും ഇടാൻ പോവാ ആരൺ. മാസ്ക് വെച്ചോണ്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു. അല്ലെ പൊടി അടിക്കും, കോഴിയുടെ പൊടി. അപ്പം ഇന്നലെ വെച്ച ചക്കക്കുരു ഫുള്ള് ഞാനും ആരണം കഴിച്ചു. ഉച്ചയ്ക്കും വൈകിട്ടും കൊണ്ട് തീർത്തു. വൈകുന്നേരം പിന്നെ കട്ടൻ ചായ കുടിച്ചപ്പം അതിനും ഞാൻ കുറേ ഇങ്ങനെ ഒരു സോസറിലെടുത്തിട്ട്, തീ വല്ലതും കൂടിയാണ് ഇരിക്കുന്നത്, നോക്കിക്കോണേ. കുറച്ച് വെച്ചല്ലേ, ഇവിടുന്ന് അവിടെ വരുമ്പോൾ അത് കരിഞ്ഞു. കുറച്ച് വെച്ചു. കട്ടൻ ചായ കുടിച്ചപ്പോഴും ഒരു സോസറി നിറച്ചെടുത്തിട്ട് ഞാൻ കോരി കഴിച്ചു. പിന്നെ എന്നെ കാണിക്കാത്ത ഞാൻ കുളിച്ചിട്ടില്ലേ. പിന്നെ പാചകം ഒന്ന് കഴിഞ്ഞിട്ട് പോയി കുളിക്കാമെന്ന് വെച്ചാൽ, ചോറുണ്ണുന്നതിന് മുമ്പ് കുളിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പാചകം ചെയ്യുമ്പോൾ എന്നെ ഇപ്പം വേണ്ട കുളിച്ച് നിൽക്കും, ഉടുപ്പ് പിഴിയാവുന്ന പോലെ. എന്നാന്ന് എനിക്ക് മാത്രം ഇങ്ങനെ. ഇന്നലെ ആണെങ്കിൽ ഡോക്ടറെ പോയി കണ്ടു 3:30 ആയപ്പോഴേ. ആ വിശേഷം പറഞ്ഞില്ല. 3:30 പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ എൻ്റെ ഷുഗറും പ്രഷറും ഒക്കെ നോക്കി. അപ്പം പ്രഷർ നോക്കിയപ്പം കൂടുതലുണ്ട്, ഷുഗർ നോക്കിയപ്പോഴും കൂടുതലുണ്ട്. ഷുഗറിൻ്റെ മരുന്ന് കോഴി കൂവുന്നതിന് എല്ലാവരും ചിരിയാണ്. ഞാൻ ഈ സംസാരിക്കുമ്പോൾ കോഴി കൂവും കണ്ടോ. എല്ലാവരും ചിരിയാണ് യൂട്യൂബിൽ. എൻ്റെ ഫ്രണ്ട്സ് നിങ്ങളെല്ലാം ചിരിക്കുന്ന എനിക്ക് സന്തോഷം അതൊക്കെ കാണുമ്പോൾ. ഇത് അലമ്പ് പിടിച്ച പൂവന കണ്ടോ. മേളി പെട 2 പൂവനേ ഉള്ളൂ. അപ്പം ആ ഒരു പൂവൻ നിൽക്കട്ടെ. ഒരു പൂവൻ ഇല്ലെങ്കിൽ പെട പൊരുന്നുണ്ടല്ലോ. നമുക്ക് പൊരുന്നുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനി പിടിച്ചോ. പൊരുന്ന വെക്കാമെന്ന് എനിക്കറിയത്തില്ല. അറിയാം. ശരിയായില്ലേ മുട്ട പോവും. അപ്പം ഇന്നലെ ഡോക്ടർ എനിക്ക് ഷുഗറിൻ്റെ മരുന്ന് മാറ്റി തന്നു. പിന്നെ പ്രഷറിൻ്റെ എനിക്ക് മരുന്ന് കഴിക്കുന്നില്ലായിരുന്നല്ലോ, കാരണം എനിക്ക് എപ്പോഴും ഇല്ല പ്രഷർ. അപ്പം അത് കാരണം
ഗുളിക ആരും തരത്തില്ലായിരുന്നു ഇതുവരെ. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ ഇല്ല ചിലപ്പോൾ ഉണ്ട്. അപ്പോൾ ഡോക്ടർ 10 ഗുളിക തന്നേ. 10 ഗുളിക തന്നിട്ട് മോനോട് ആരനോട് പറഞ്ഞു, അമ്മേനെ നോക്കിക്കോണം, അമ്മയുടെ കയ്യിൽ ഇത് കൊടുക്കണ്ട. പ്രഷർ നോക്കുമ്പം 170 മേളിലാണെങ്കിൽ 2 എണ്ണം കൊടുത്തേക്ക്, 170-നും 150-നും ഇടയ്ക്കാണ് ഒരെണ്ണം കൊടുത്തേക്ക്. അല്ലാതെ 150 താഴെയാണെങ്കിൽ കൊടുക്കണമെന്നൊന്നുമില്ല. പിന്നെ കുറേ മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ 150 മേളിലോട്ടായെങ്കിൽ ഒരെണ്ണം കൊടുത്തേക്ക്. അങ്ങനെ ഡോക്ടർ ഇന്നലെ പറഞ്ഞ് മരുന്നൊക്കെ തന്നു കേട്ടോ. അപ്പം അങ്ങനെ ഇന്നലെ ചക്കക്കുരു ഫുള്ളും തീർത്തല്ലോ. അപ്പോൾ ഇന്ന് കുറച്ചുകൂടെ ചക്കക്കുരു അങ്ങ് ഇരിപ്പുണ്ടായിരുന്നു, മുറത്തിലിരിപ്പുണ്ടായിരുന്നേ. ഞാനോർത്ത് കളയരുതല്ലോ, ഭയങ്കര ഗുണമുള്ള സാധനമല്ലേ. അപ്പം അതങ്ങ് ഫുൾ ഒരുക്കി തീർത്തേക്കാമെന്ന് വെച്ച് രാവിലെ ആരൻ പോയ ഉടനെ ഞാനതെല്ലാം ഒരുക്കി അരിഞ്ഞ് ഇന്നലത്തെ പോലെ തന്നെ വേണ്ട ഇപ്പോൾ അടുപ്പത്തിരിക്കുന്നു, ഒലർന്നുകൊണ്ടിരിക്കുക മെഴുക്കുവരട്ടി ചക്കക്കുരു. പിന്നെ വെള്ളരിക്ക മോരൊഴിച്ച് വേണ്ട കറി വെച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ മത്തി കൊണ്ടുത്തന്നു, പലിഞ്ഞീനുള്ള മത്തി, മീൻചേട്ടൻ്റെ വൈഫ്. അപ്പം ആ മത്തി വറക്കണം, ഇതാണ് ഇന്ന് കറി. അപ്പോൾ പിന്നെ എന്നാ പറയാനുള്ളത്, പാചകമൊന്നും കാണിക്കുന്നില്ല. എന്നെ ഇന്ന് വൈകുന്നേരം കാണിക്കാവേ. ടിപ്പ് ചെയ്യുമ്പോൾ കുറേ ആയി ടാൻ അടിച്ചടിച്ചിരിക്കുക. രാമപുരത്ത് കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് ഞാൻ മുഖത്ത് ചെയ്തെന്ന് തോന്നല്ലേ, ഇല്ല, രാമപുരത്ത് കല്യാണത്തിന് പോയിട്ട് ടാൻ അടിച്ച് പോയിട്ട് വന്നിട്ട് മുഖത്തൊന്നും ഇട്ടില്ല. പിന്നെ തെങ്ങണായിൽ ഫംഗ്ഷൻ അനീത്തയുടെ വീട്ടിൽ പോയിട്ട് എന്നിട്ടും വെയിൽ നല്ലതായിട്ട് കൊണ്ടിട്ടിട്ടില്ല. ഇന്നലെയും ഞാൻ പുറത്തു പോയി വെയിൽ കൊണ്ടു, എന്നിട്ടും ഞാനൊന്നും ചെയ്തില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒന്ന് ഇപ്പം ഞാൻ എന്താ പറയുന്നത്, പാചകം ഫുള്ള് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് ചോറുണ്ണാൻ സമയമാകുമ്പോൾ ചോറുണ്ണും. അത് കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ട് എഴുന്നേറ്റ് മുഖത്ത് എണ്ണയിലും ഒന്ന് തേക്കണമെന്നുണ്ട്. അപ്പം കാണിക്കാവേ, അന്നേരം കാണിക്കാം. ഇപ്പം ഇങ്ങനെ എൻ്റെ ഉടുപ്പ് അതുപോലെ ഇരിക്കുക. പിന്നെ ആരണിനെ കാണിച്ച് വേണ്ടേ, അതിനാണ്. നിങ്ങൾക്കൊക്കെ ആരണിനെ ഇഷ്ടമല്ലേ, അതുകൊണ്ട് ആരണിനെ കാണിച്ച് മുറ്റത്ത് കൊണ്ട് സ്റ്റാൻഡേൽ ക്യാമറ ക്യാമറ അല്ല, നമ്മളുടെ ഫോൺ. അപ്പോൾ ഞാൻ അകത്തോട്ട് ചെല്ലട്ടല്ലേ, കറി കരിഞ്ഞു പോയെങ്കിലേ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫുൾ വീഡിയോ കാണണേ, ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ. പിന്നെ എല്ലാവരും പോയി ഗ്യാസിൻ്റെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തോ, സബ്സിഡി കിട്ടാൻ. നിങ്ങൾ അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ ഓട്ടോച്ചേട്ടൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് സബ്സിഡി കിട്ടുമായിരുന്നോ? നമ്മളൊന്നിനും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും അറിയുമ്പോൾ ഇതുപോലെ കേട്ടോ. പിന്നെ കുട്ടനാടൻ ബീനായിക്ക് പ്രഷറിൻ്റെ മെഷീൻ ഇല്ലെന്ന് പറഞ്ഞു. 2100 രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ്. അല്ല, 1500 രൂപയുടെ ഉണ്ട് കേട്ടോ. ഇന്ത്യൻ കമ്പനി. ഇത് ഞാൻ വാങ്ങിച്ച ഇൻ്റർനാഷണൽ കമ്പനിയാണ്. 1500-ൻ്റെ ഉണ്ട്, അത് നല്ല ഇന്ത്യൻ കമ്പനിയാണ്. അത് വാങ്ങിക്കുക കേട്ടോ ബീന. എല്ലാവരും വീട്ടിലൊരെണ്ണം വാങ്ങിച്ചു വെക്കണം. പിന്നെ അപ്പോൾ ഞാൻ അകത്തോട്ട് കയറട്ടെ. ഇവിടെ ഫോൺ ഓണായിരിക്കും, ആരൻ എല്ലാം ചെയ്യട്ടെ. ഞാൻ അകത്തോട്ട് പോവാം. അമ്മ കയറിക്കോട്ടെ മോനെ അകത്തോട്ട്. ഓണാണേ വീഡിയോ. ഞാൻ വരണമായിരിക്കല്ലേ? ഞാൻ വരണോ? ഞാൻ വന്ന ദേഹം മുഴുവൻ എൻ്റെ കുതിർന്നിരിക്കും. മേളിൽ 2 അല്ലേ ഉള്ളൂ. അങ്ങനെ അമക്കി എല്ലാം നടുക്കോട്ടിടാനാണോ? പൂവനെ മാത്രമാണെങ്കിൽ പൂവനെ താഴോട്ടിടാൻ മേലായിരുന്നു.
പൂവിനെ താഴോട്ട് ഏറ്റവും താഴോട്ട് പൂവിനെ മാത്രം ഇടാൻ പറ്റായിരുന്നോ? ഇടാറിയോ? പിന്നെ പൂവനാകുമ്പോ താഴെ വല്ല കാറ്റുമാക്കാൻ വന്നാലും പിടിച്ചു നിൽക്കും. വെള്ളയാകുമ്പോ പാവം പേടിക്കും. അതെ, ഞാൻ ഉച്ച കഴിയുമ്പോഴത്തേക്കും ടിപ്സ് ഇടാമെന്ന് വിചാരിച്ചായിരുന്നു. തലയിലെയും മുഖത്തിൻ്റെയും വേറെ പുതിയൊരു നല്ല ഇഫക്റ്റീവായിട്ടുള്ളൊരു പുതിയ ടിപ്പ് തലയുടെയും മുടിയുടെയും മുഖത്തിൻ്റെ ഇടാമെന്ന് വെച്ചായിരുന്നു. പക്ഷേ എനിക്കൊരു രാവിലെ ഇന്നലെ ഡോക്ടർ മരുന്ന് വേറെ എനിക്ക് പുതിയത് എഴുതി തന്നു. ഈ 2 എണ്ണം രാവിലെയും 2 എണ്ണം വൈകിട്ട്. ഞാൻ ഒരെണ്ണം രാവിലെ ഒരെണ്ണം വൈകിട്ടായിരുന്നു. അപ്പോൾ വേറെ ഒരു പുതിയ ഗുളികയും കൂടെ എഴുതി രാവിലെയും വൈകിട്ടും ഓരോന്നുണ്ടേ. അപ്പോൾ എനിക്ക് പ്രഷറിൻ്റെ ഗുളിക പ്രഷറുണ്ടേ കഴിക്കാനും. അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്നലെ വൈകിട്ട് തൊട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഒരു എന്താ പറയുന്നത്, ഒരു ദഹനക്കുറവ് പോലെ. ദഹനക്കുറവ് വന്നാൽ നമുക്ക് നല്ല ക്ഷീണമല്ലേ. അത് കാരണം പിന്നെ പകൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഗുളികയെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടൊരു തലവേദനയും ഒരു ദഹനക്കുറവും ഒരു വല്ലാത്ത അസ്വസ്ഥത. പിന്നെ മോൻ വന്നപ്പോൾ ആരൻ പറഞ്ഞ് ബാക്കി കഴിഞ്ഞ് അവൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ അവനും കൂടി എല്ലാം ചെയ്ത് കോഴിയുടെ കാര്യവും കൂട് കഴുക്കും പിന്നെ പാചകവും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ട് 4:30 ആയപ്പോഴാണ് ഞങ്ങൾ ഫ്രീ ആയി. അതുകൊണ്ട് എനിക്ക് ടിപ്സൊന്നും ചെയ്യാൻ പിന്നെ മൂടില്ലായിരുന്നു. ഉച്ചയ്ക്ക് ജോലിയെല്ലാം കഴിഞ്ഞപ്പം കുളിയും കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം കുറേ ജോലിയെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ കിടന്നു. മോൻ നല്ലതായിട്ട് ഉറങ്ങി. എനിക്ക് അസ്വസ്ഥത കാരണം കിടക്കാൻ പറ്റുന്നില്ല. പിന്നെ വയലിൻ സാറ് വരുമെന്നും പറഞ്ഞ് വിളിച്ചു. ഇപ്പം ദേ സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യമേ 6 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ സാറ് 9 മണിയായിപ്പം വന്നപ്പം. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ വൈറ്റി സ്റ്റുഡിയോയിലൊന്ന് ചുമ്മാ നോക്കിയപ്പോൾ പ്രീതി ചോദിച്ചേക്കുന്നു വീഡിയോ ഇന്ന് ഇട്ടില്ലേന്ന്. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഒരു പ്രചോദനമായി. എടുത്തു വെച്ച വീഡിയോ അങ്ങ് എടുത്തേക്കാം, അപ്പം ഇട്ടേക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അല്ല പിന്നെ എല്ലാവരും നോക്കിയിരിക്കുവാണെങ്കിൽ ഇങ്ങനെ സ്നേഹമുള്ളവർ പറയുമ്പോൾ നമ്മൾ നല്ല നാളെ ഇടുന്നുള്ളൂ, ഇത് നാളെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇന്നെടുത്ത വീഡിയോ എന്നെ കാണിച്ചുമില്ല. ഞാനിന്നങ്ങ് വേർത്ത് പൊളിച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് കാണിക്കാം. കുളിച്ച് കഴിഞ്ഞിട്ട് ആ നേരം ഞങ്ങൾ പിന്നെയും ജോലികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മോനങ്ങ് ഉറങ്ങി. അതുകൊണ്ട് എനിക്കൊന്ന് വൈകുന്നേരം നിങ്ങളോട് സംസാരിക്കാനോ ടിപ്പ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അതാ ഞാനിപ്പോൾ ഇങ്ങനെ മോൻ കോഴിയുടെ കാര്യം ചെയ്യുന്നത് അങ്ങ് ഇടുവാട്ടോ, ക്ഷമിക്കണേ. അവനെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് മടുപ്പില്ലല്ലോ. അപ്പം നല്ല തലവേദന, അത് ഗുളിക മാറിക്കഴിഞ്ഞപ്പം അതിനിപ്പോൾ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടണ്ടേ. അതാ ഷുഗറിൻ്റെ, എനിക്ക് ഷുഗറിൻ്റെ മാത്രം ഗുളിക ഞാൻ കഴിക്കുന്നുണ്ടല്ലോ. വേറെ ദൈവം സഹായിച്ച് അസുഖങ്ങളൊന്നുമില്ല. പിന്നെ ഈ ടെൻഷൻ കൂടുമ്പോൾ പ്രഷർ, അതിന് ഡോക്ടർ മരുന്നും തരത്തില്ല. പിന്നെ ഇപ്പോൾ ഇന്നലെ തന്നു വന്നിട്ട് മോനോട് പറഞ്ഞു കൂടുതലുണ്ടെങ്കിൽ മാത്രം കൊടുക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പെട്ടെന്നുള്ള ഒരു ചേഞ്ച് വന്നപ്പം ഒരു തലവേദനയും ഒരു ദഹനക്കുറവും പുളിച്ച് തകട്ടി ഇങ്ങനെ വരുന്നു. അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പം നാരങ്ങയും കട്ടൻ ചായയൊക്കെ കഴിച്ചപ്പോൾ മാറുന്നുണ്ട്. ഇങ്ങനെ ഏമ്പൊക്കെ വന്ന് അങ്ങനെ മാറുന്നുണ്ട്. അപ്പോൾ നാളെ ദൈവം സഹായിച്ചാൽ നല്ലതായിട്ട് വീഡിയോ ഇടാവേ, ടിപ്സൊക്കെ കാണിക്കാവേ. ഞാനിപ്പോൾ ഇവിടെ കിടക്കും, ആരണം അവിടെ വായിക്കാം. അപ്പോൾ പ്രീതിയുടെ കമൻറ്റ് കണ്ടപ്പോഴത്തേക്ക് എന്നാൽ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടേക്കാമെന്ന് കരുതി. ഓക്കെ, കുറവുകളൊക്കെ ക്ഷമിക്കണം കേട്ടോ. ഓക്കെ. ചോറിരിപ്പുണ്ടോ? ആ